ഹാൻഡ് വർക്കിൽ വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ്. അതും നല്ലൊരു പേസ്റ്റൽ കളർ പാലറ്റിലുമാണ് സാരി വന്നിരിക്കുന്നത്. ഒരു പേസ്റ്റൽ പിങ്ക് ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. ബേസ് കളർ വരുന്നത് പേസ്റ്റൽ പിങ്ക് ആണ്. അതിൽ മൾട്ടി കളറിലാണ് ആ ഒരു ഫ്ലോറൽ ഡിസൈൻസും ആ ഡിസൈൻസ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഫ്ലോറൽ പാറ്റേൺസ് ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സിന്റെ മോട്ടീവ്സ് ആണ് ഫുൾ ബോഡിയിലും വരുന്നത്. നല്ല മൾട്ടി കളറിലുള്ള ഫ്രഞ്ച് നോട്ട്സ് വെച്ചിട്ടായിരിക്കും ആ ഡിസൈൻസ് ഹൈലൈറ്റ് ചെയ്യുന്നത്. കാന്ത വർക്കും ഫ്രഞ്ച് നോട്ട്സും വെച്ചിട്ടാണ്. ഇതാണ് സാരിയുടെ ആ ഒരു ലുക്ക് വരിക. എൻറ്റയർ സാരിയും ഇതേ പാറ്റേൺ തന്നെയാണ് കേട്ടോ. അത് നമ്മൾ പ്ലീറ്റ്സിന്റെ പോർഷൻ വരുമ്പോഴും കണ്ടോ ഈ ഒരു പാറ്റേണിലാണ് ഫുൾ ആ ഒരു ഫ്ലോറൽ ഡിസൈൻസും ഫ്രഞ്ച് നോട്ട്സ് വെച്ചിട്ട് എനിക്കും വരുന്നത്. കൂടാതെ നമ്മുടെ ചെസ്റ്റ് പോർഷനും മുന്താണി വരുമ്പോഴും ഈ ഒരു സ്റ്റൈലിലാണ് സാരിയിൽ ആ ഒരു വർക്ക് വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് ആ ഒരു ഫ്രഞ്ച് നോട്ട്സ് വരുന്നത്. കാന്ത വർക്കും ഫ്രഞ്ച് നോട്ട്സും വെച്ചിട്ടായിരിക്കും ഒരു ഡിസൈൻസ് ഹൈലൈറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞുള്ള പോർഷൻ വരുന്നത് ഒരു ടിഷ്യൂ വീവിലാണ്. സാരിയുടെ മുന്താനിയുടെ എൻഡ് വരുന്നത് ടിഷ്യൂ വീവിലായിരിക്കും. ഈ ഒരു പാറ്റേൺ കംപ്ലീറ്റ് ബോഡിയും പ്ലീറ്റ്സും ഫുൾ ആ ഒരു ഹാൻഡ് വർക്കിൽ തന്നെയായിരിക്കും മോട്ടീവ്സ് വരുന്നത്. ബ്ലൗസ് വരുമ്പോൾ ബ്ലൗസിന്റെ സ്ലീവിൽ ആ ഒരു പാറ്റേൺ വരുന്നുണ്ട്, ആ ഒരു മോട്ടീവ്സ് വരുന്നുണ്ട് ബ്ലൗസിന്റെ സ്ലീവിൽ. നെക്സ്റ്റ് സാരിയുടെ കളർ പറയുകയാണെങ്കിൽ ഒരു ടിൻറ്റഡ് ഗ്രീൻ ആണ്. നല്ലൊരു പേസ്റ്റൽ മിൻ ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. ബോഡി കളർ വന്നിരിക്കുന്നത് അതിലും ഹാൻഡ് വർക്കിന്റെ പാറ്റേൺ എല്ലാം സെയിം തന്നെ, അതേ പാറ്റേണിൽ തന്നെ മൾട്ടി കളറിലായിരിക്കും സാരി. ഫുൾ ആയിട്ട് ഹാൻഡ് വർക്കിന്റെ ആ ഫ്രഞ്ച് നോട്ട്സും കാന്ത സ്റ്റിച്ചിലും ആയിരിക്കും ബോഡി കംപ്ലീറ്റ് വരിക. ബോർഡർ ഇല്ല കേട്ടോ, എല്ലാ സാരിയും വിത്തൗട്ട് ബോർഡർ വന്നിട്ട് ബോഡിയിൽ ഫുൾ ഇതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും ഹാൻഡ് വർക്ക് വരുന്നത്. ചെക്ക് കോട്ടയാണ്, സൂപ്പർ നെറ്റ് കോട്ടയാണ് സാരിയുടെ ഫാബ്രിക്. അതുകൊണ്ട് തന്നെ ഒരു ചെക്ക് വ്യൂ പാറ്റേണിലായിരിക്കും ത്രൂ ഔട്ട് ദ ബോഡി വരുന്നത്. മുന്താണി ആ ഒരു ടിഷ്യൂ വീവിലുള്ള പല്ലു, ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്ന സാരിക്ക്. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ ഒരു ലൈറ്റ് ചിക്കു ടോൺ ആണ് സാരിയുടെ ബോഡി വരുന്നത്. ഒരു ബേജും ചിക്കും കൂടി ചേർന്ന് വരുന്ന നല്ലൊരു ഷെയ്ഡാണ് സാരിയുടെ ബോഡി വരുന്നത്. അതിലും അതേ പാറ്റേൺ തന്നെ ഹാൻഡ് വർക്കിന്റെ ആ ഒരു ഫ്രഞ്ച് നോട്ട്സും കാന്ത സ്റ്റിച്ചിലും ആയിരിക്കും ഫുൾ ബോഡി വരിക. മുന്താണി, ബ്ലൗസിന്റെ സ്ലീവിൽ ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നുണ്ട്. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ ഇതൊരു ബ്ലെൻഡഡ് ടോൺ ആണ്. ഒരു കളർ പറയാനില്ല, ഇതിലൊരു പീച്ച് ടോണും വന്നിട്ടുണ്ട്, ഒരു ബേജും വന്നിട്ടുണ്ട്. പീച്ചും ബേജും കൂടി ചേർന്ന് വരുന്ന ഒരു ഷെയ്ഡാണ് സാരി വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈൽ ഹാൻഡ് വർക്കിന്റെ പാറ്റേൺ എല്ലാം സെയിം അതേ മോട്ടീവ്സ് തന്നെയായിരിക്കും ബോഡി കംപ്ലീറ്റ് വരിക. നല്ല പാറ്റേണിലാണ് ഫ്രഞ്ച് നോട്ട്സ് വരുന്നത്. അതിലൊരു വാട്ടർ ഗോൾഡ് സ്വീക്വൻസ് വർക്കും വരുന്നുണ്ട്, കാന്ത സ്റ്റിച്ചും വരുന്നുണ്ട് സാരിക്ക്. ഇതാണ് മുന്താണി വരുമ്പോൾ ഈ ഒരു സ്റ്റൈലായിരിക്കും. ബ്ലൗസ്. നെക്സ്റ്റ് സാരി ഫാബ്രിക്കും പാറ്റേണും എല്ലാം മാറിയിട്ടുണ്ട്. ഇത് വരുന്ന സോഫ്റ്റ് ചന്തേരിയാണ് സാരിയുടെ ഫാബ്രിക്. നല്ലൊരു പേസ്റ്റൽ യെല്ലോ ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. അതിൽ നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത് സാരിയിൽ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. സാരി ബോഡി സിമ്പിൾ ആയിട്ട് ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിന്റെ മോട്ടീവ്സ് ആയിരിക്കും. അത് നല്ല ഡിഫറെന്റ് കളേഴ്സിലാണ് ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. ബോഡിയിൽ ബോർഡർ ഇല്ല കേട്ടോ, വിത്തൗട്ട് ബോർഡർ വന്നിട്ട് നല്ല പാറ്റേണിലാണ് മുന്താണിയിൽ ആ ഒരു വർക്ക് വരുന്നത്. ഒരു മാനും മയിലും എല്ലാം ആണ് പീകോക്ക് മോട്ടീവ്സ് ആൻഡ് ഡിയർ മോട്ടീവ്സിലായിരിക്കും മുന്താണിയിൽ ആ ഒരു ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. ഈ ഒരു സ്റ്റൈലിലാണ്. ഇനി ഇതിന്റെ ബ്ലൗസ് വരുന്നത് കോൺട്രാസ്റ്റ് ആയിട്ടാണ്. നല്ലൊരു ഐവറി ക്രീമിലാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത്. ബ്ലൗസ് ഫുൾ ആ ഒരു വർക്കിൽ തന്നെയാണ് ബ്ലൗസ് വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. അതിന്റെ ബ്ലൗസിന്റെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും വർക്ക് വരുന്നുണ്ട്. ഇത് ആ ഒരു ബാക്ക് പോർഷൻ വരുന്നുണ്ട്, ഫ്രണ്ട് പോർഷനിലും വർക്ക് വരുന്നുണ്ട്, രണ്ട് സ്ലീവിലും വർക്ക് വരുന്നുണ്ട്. ഈ ഒരു പാറ്റേണിലായിരിക്കും സാരിയുടെ ബ്ലൗസ് വരുന്നത്. അതല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ബ്ലൗസും ഡ്രേപ്പ് ചെയ്യാം. കാരണം ഇതൊരു മൾട്ടി കളർ ത്രെഡ് വന്നിട്ടുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ നല്ലൊരു ഓപ്ഷനാണ്. സെയിം ഈ ഒരു സെൽഫ് കളറിലെ യെല്ലോ ബ്ലൗസും ഇതിന്റെ കൂടെ ആപ്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് സാരി പിസ്ത ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഒരു എംബ്രോയിഡറി വർക്കിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. ഇതിൽ വരുമ്പോൾ നല്ലൊരു പേസ്ലി മോട്ടീവ്സ് ആണ്. മാംഗോ ഡിസൈൻസിന്റെ പാറ്റേണിലും ഫ്ലോറൽ ഡിസൈൻസിലാണ് ബോഡിയിൽ ആ ഒരു എംബ്രോയിഡറി വർക്ക് വരിക. ഈ ഒരു പാറ്റേണിലായിരിക്കും ആ ഒരു ത്രെഡ് വർക്ക് വരുന്നത് വിത്ത് സിമ്പിൾ ബോർഡർ. പല്ലു വരുമ്പം ഇതാണ് സാരിയുടെ മുന്താണി. ആ ഫ്ലോറൽ ഡിസൈൻസിൽ ആ മാംഗോ മോട്ടീവ്സിൽ തന്നെയായിരിക്കും മുന്താണി വരുന്നത്. ഇതിനും റണ്ണിങ് ബ്ലൗസ് വരുന്നത് കോൺട്രാസ്റ്റ് ആയിട്ട് ആ ഒരു ഐവറി ക്രീമിൽ തന്നെ ആ ഒരു ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും വർക്ക് വരുന്നുണ്ട്. കൂടാതെ ആ ഒരു സ്ലീവിലും വർക്ക് വരുന്നുണ്ട്. ഈ ഒരു പാറ്റേണിലാണ് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കളർ ഐവറി ക്രീം, ആ ഒരു പേൾ ക്രീമാണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഇതിൽ വീണ്ടും ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. ഇതിൽ വരുമ്പോൾ ബേർഡ് മോട്ടീവ്സ് ആണ് സാരിയിൽ ഫുൾ ആയിട്ട് വരുന്നത്. ബേബി പിങ്ക് ബ്ലാക്ക് ആ ഒരു കോമ്പിനേഷനിൽ ബേർഡിന്റെ മോട്ടീവ്സും ഫ്ലോറൽ ഡിസൈൻസിലും ആയിരിക്കും ബോഡി വരുന്നത് വിത്ത് സിമ്പിൾ റിബൺ ബോർഡർ. മുന്താണി ഈ ഒരു പാറ്റേണിലാണ്. പല്ലുവിൽ ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഇതിനും റണ്ണിങ് ആണ് ബ്ലൗസ് വരുന്നത്. ഫുൾ വർക്കിൽ തന്നെയായിരിക്കും. ആ ഒരു ബാക്ക് പോർഷനും രണ്ട് സ്ലീവിലും ഫുൾ എംബ്രോയിഡറി വർക്കിലാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. അടുത്ത സാരി ഫാബ്രിക് മാറിയിട്ടുണ്ട്. ബഗൽപൂരി ലിനൻ ആണ് സാരിയുടെ ഫാബ്രിക് വന്നിരിക്കുന്നത്. അതിൽ വൈറ്റ് ആൻഡ് ഒരു ഗ്രേഷ് ബ്ലൂ ടോണിലുള്ള എംബ്രോയിഡറി വർക്കാണ് സാരി വരുന്നത്.
ബോഡി കളർ ഈ ഒരു ടോണാണ്, ഒരു ലൈറ്റ് ചിക്കു ടോണിൽ ഒരു ത്രെഡ് വുവൺ സ്റ്റൈലുള്ള സിമ്പിൾ ബോർഡർ വരുന്നുണ്ട്. അത് കൂടാതെ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് ആണ്, ഒരു ബ്ലൂയിഷ് ഗ്രേയിലുള്ള ഫ്ലോറൽ മോട്ടീവ്സ്, ബ്ലൂയിഷ് ഗ്രേ ആൻഡ് ബ്രൗണിലാണ് ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നത് ബോഡിയിൽ. ഈ ഒരു പാറ്റേൺ ആണ് ബോഡിയിൽ. ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ബോർഡർ വരുമ്പോൾ സിമ്പിൾ ബോർഡേഴ്സ് ആയിരിക്കും വരുന്നത്. ഈ ഒരു ത്രെഡ് വ്യൂവിലുള്ള ബോർഡർ വന്നിട്ട് പല്ലുവിൽ ഈ ഒരു പാറ്റേണിലാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഒരു സ്ക്വയർ പാറ്റേണിൽ ഈ ഒരു സ്റ്റൈലായിരിക്കും എംബ്രോയിഡറി വർക്ക് വരിക. ബ്ലൗസ് വരുന്നുണ്ട് സാരിക്ക്, പ്ലെയിൻ ബ്ലൗസാണ് വരുന്നത്, റണ്ണിങ് ആയിട്ടാണ് ബ്ലൗസ് വരുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു വൈറ്റ് ത്രെഡിന്റെ ബ്ലൗസും ഡ്രേപ്പ് ചെയ്യാം. കാരണം മുന്താണിയിൽ വരുന്ന ഒരു വൈറ്റും ഗ്രേഷ് ബ്ലൂമിലുള്ള കോമ്പിനേഷനിലാണ് വർക്ക് വരുന്നത്. വൈറ്റ് ബ്ലൗസ് നല്ലൊരു ഓപ്ഷനാണ് സാരിക്ക്. നെക്സ്റ്റ് സാരി ഡിസൈനിൽ വേരിയേഷൻ വന്നിട്ടുണ്ട്. ബോഡി കളർ എല്ലാം സെയിം തന്നെ, ഫാബ്രിക്കും സെയിം തന്നെ. മുന്താണിയിൽ വരുന്ന വർക്ക് ഈ ഒരു പാറ്റേണിലായിരിക്കും. നല്ലൊരു വൈറ്റ് ത്രെഡിൽ ഒരു ജാൽ പാറ്റേണിലാണ്, ഫ്ലോറൽ ജാൽ പാറ്റേണിൽ വൈറ്റ് ആൻഡ് ബ്രൗൺ ആണ് കോമ്പിനേഷൻ വരുന്നത്. ബോഡിയിലും ആ ഒരു മോട്ടീവ്സ് വരുന്നുണ്ട്, ബ്രൗൺ ഫ്ലോറൽ മോട്ടീവ്സ് വന്നിട്ട് ആ ഒരു ത്രെഡ് വുവൺ സ്റ്റൈലുള്ള സിമ്പിൾ ബോർഡർ. ഇതായിരിക്കും പല്ലു വരുന്നത്. റണ്ണിങ് ബ്ലൗസ് പ്ലെയിൻ. ഇതിന്റെയും ഡിസൈൻ മാറിയിട്ടുണ്ട്, ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. ബാക്കി എല്ലാം സെയിം തന്നെ. ഇത് ലാസ്റ്റ് സാരി കേട്ടോ. ഇതിൽ വരും ഈ ഒരു പാറ്റേണിലാണ് ഒരു ത്രെഡ് വർക്ക് വരുന്നത്. മുന്താണിയിൽ വരുമ്പോൾ ആ ഒരു ബ്രൗൺ ആൻഡ് വൈറ്റിൽ തന്നെയുള്ള മോട്ടീവ്സ് ആയിരിക്കും ബോഡി വരുന്നത്. ചെറിയ ഫ്ലോറൽ ഡിസൈൻസിന്റെ മോട്ടീവ്സ് വന്നിട്ട് ഒരു ത്രെഡ് വീവിലുള്ള സിമ്പിൾ ബോർഡർ. പല്ലു ഇതാണ് സാരിയുടെ. മുന്താണിയിൽ ആ ഒരു ബ്രൗൺ ഫ്ലോറൽ ഡിസൈൻസും വൈറ്റ് ത്രെഡിന്റെ ഈ ഒരു പാറ്റേണിലാണ് പല്ലു വരുന്നത്. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ തന്നെ, ഇതേ ടോണിൽ തന്നെ പ്ലെയിൻ ബ്ലൗസ്.